ഒരു ദിവസം വൈകുന്നേരം ഞാൻ അടുക്കളയിൽ വളരെ കാര്യമായ പണിയിലായിരുന്നു. അപ്പോഴാണ് യുതിക്കുട്ടൻ വന്നിട്ട് എന്നോടൊരാഗ്രഹം പറയണത്, അമ്മ ഐ വോണ്ട് ടു ഡാൻസ്. അപ്പം ഞാൻ ചോദിച്ചു, വാട്ട്? ഐ വോണ്ട് ടു ഡാൻസ്. കേട്ട പാതി കേൾക്കാത്ത പാതി ചെയ്തുകൊണ്ടിരുന്ന ജോലിയൊക്കെ നിർത്തി കൈയൊക്കെ കഴുകി ഞാൻ വന്നു. ഇവനിതത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. കാരണം ഞാൻ ഓൺലൈൻ ക്ലാസ്സസ് എടുക്കുന്നതും അല്ലാതെ ക്ലാസ്സസ് എടുക്കുന്നതൊക്കെ ഇവനെ കണ്ട് പദപ്രയോഗങ്ങളും കാലിൻ്റെ നിലയും കാര്യങ്ങളൊക്കെ ഇവന് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഏകദേശം ഐഡിയ എന്ന് പറഞ്ഞാൽ ഇവന് 3 വയസ്സല്ലേ ഉള്ളൂ, അതിൻ്റേതായിട്ടുള്ള ഐഡിയ ഒക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പക്ഷേ എന്നാലും ഞാൻ കാണിച്ചു കൊടുക്കുന്നതൊക്കെ കാണിച്ച് എൻ്റെ കുഞ്ഞിത ആദ്യമായിട്ട് നമസ്കാരം ചെയ്യുകയാണ്. ഇതിലും വലിയ സന്തോഷം എന്താണ് ഒരു അമ്മയ്ക്കുള്ളത്? എൻ്റെ ഭരതനാട്യത്തിൻ്റെ നൃത്തത്തിൻ്റെ എന്ന് വേണമെങ്കിൽ പറയാം ആദ്യാക്ഷരം കുറിച്ചത് ശ്രീമതി കലാമണ്ഡലം സുമതി ടീച്ചറായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഇതുപോലെ പെരുമ്പാവൂർ ടീച്ചറെ വീട്ടിൽ കൊണ്ടാക്കി ടീച്ചർ എന്നെ നമസ്കാരം ചെയ്യിച്ചു. ഇതുപോലെ ആയിരിക്കാം എന്നെ ഡാൻസിലേക്ക് കൊണ്ടുവന്നത്. എനിക്കതൊന്നും തീരെ ഓർമ്മയില്ല, ഞാൻ വളരെ കുഞ്ഞായിരുന്നില്ലേ. പക്ഷേ ഏറ്റവും വലിയ ഭാഗ്യം എന്താ വെച്ചാൽ എൻ്റെ കുഞ്ഞിനെ ആദ്യാക്ഷരം കുറിപ്പിക്കാൻ എനിക്ക് തന്നെ സാധിച്ചു എന്നുള്ളതാണ്. അരമണ്ടിയൊക്കെ ഇരുന്ന് ഡാൻസ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് കുറച്ച് കാലുവേദന വന്നപ്പോൾ ഞങ്ങളിതാ മുദ്രയിലേക്ക് കടന്നു. ആ കുഞ്ഞ് കൈകൊണ്ട് കുഞ്ഞ് വിരലുകൊണ്ട് ആ കുഞ്ഞു വാഗുണ്ട് ഇതൊക്കെ പറയണ കേൾക്കാനും കാണാനും ഭയങ്കര രസമായിരുന്നു കേട്ടോ. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നാണല്ലോ. എനിക്കിത് കണ്ടപ്പോൾ എന്താ പറയുക, ഞാൻ ഭയങ്കര ഒരു ഭയങ്കര ഒരു വല്ലാത്തൊരു സന്തോഷം തന്നെയായിരുന്നു എനിക്ക് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അങ്ങനെ മുദ്രയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ്റെ കുഞ്ഞു ശബ്ദം നിങ്ങളെ കേൾപ്പിക്കാമെന്ന്. ചന്ദ്രകല മൃഗശീർഷോ സിംഹമുഖഃ ഇങ്ങനെ അളപത്മകഃ ത്രിശൂല.